നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ജനപഞ്ചായത്തിൻ്റെ മറ്റൊരധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. വൈപ്പിൻ വളപ്പ് ബീച്ചിൻ്റെ അടുത്തുള്ള മനോഹരമായ റിസോർട്ട് ഹെർബൽ ബീച്ച് റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് സ്വാദിഷ് സത്യനാണ്. നമസ്കാരം. നമസ്കാരം. KSU രാഷ്ട്രീയത്തിലൂടെ എത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതിനുമെല്ലാം അപ്പുറം ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ 23-ാം വാർഡ് മെമ്പറാണ്. യുവജനങ്ങളുടെ ഒരു നേതാവ്. രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലുമൊക്കെ ഒരുപാട് ദീർഘവീക്ഷണമുള്ള ഒരാൾ. അതിനുമെല്ലാം അപ്പുറം ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ. വളരെ സന്തോഷം ഒപ്പമിരിക്കുമ്പോൾ. എങ്ങനെയാണ് രാഷ്ട്രീയ തുടക്കം? ഇപ്പോൾ വാർഡ് മെമ്പർ, എന്തൊക്കെയാണ് ഇപ്പോൾ മെമ്പറായി ഉള്ള സേവനങ്ങൾ? എൻ്റെ രാഷ്ട്രീയ തുടക്കം എന്ന് പറയുന്നത് ആലുവ UC കോളേജിൽ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അടിസ്ഥാനപരമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖലയിലെ പരിചയസമ്പന്നത, ആ പരിചയസമ്പന്നത എനിക്ക് കൃത്യമായിട്ട് എൻ്റെ വാർഡിലും വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 2012 കാലയളവിൽ UC കോളേജ് യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. അതാണ് തുടക്കം. പിന്നീട് KSUവിൻ്റെ വൈപ്പിൻ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായി. ഡീൻ കുര്യാക്കോസിൻ്റെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ ഇളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡ് മെമ്പറും 2.5 വർഷക്കാലത്തോളം ഈ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും സേവനമനുഷ്ഠിക്കാനായിട്ട് സാധിച്ചു. ധാരാളം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ഒരു വാർഡ് കൂടിയാണ്. എന്തൊക്കെ വികസനങ്ങളാണ് അടിസ്ഥാനപരമായി അവിടെ എത്തിക്കുവാൻ സാധിച്ചത്? ഈ വാർഡിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിച്ചത്, ഈ വാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഞാൻ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ മൂക്കഞ്ചിറ മേഖലയിലും ആറമ്പിച്ചല മേഖലയിലുമെല്ലാം കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നു. ആ കുടിവെള്ളക്ഷാമത്തിന് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കാണാനായിട്ട് സാധിച്ചു. കാരണം പഴയ പൈപ്പ് ലൈനൊക്കെ മാറ്റി പുതിയ പൈപ്പ് ലൈനൊക്കെ ഇട്ട് കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും വെള്ളം എത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. കൂടാതെ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയെ പറ്റി, ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡിലെ എല്ലാ വീടുകൾക്കും, അതായത് 100% വീടുകൾക്കും നമുക്ക് കുടിവെള്ള പൈപ്പ് ലൈൻ, അതായത് ഹൗസ് കണക്ഷൻ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. നമ്മൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാർഡിൽ കാലിന് സുഖമില്ലാത്ത, അതായത് വികലാംഗരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഒന്നിൽ കൂടുതൽ പേര് 3 പേരോളം ഉണ്ടായിരുന്നു. ഈ 3 പേരും 3 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തുള്ള ആളുകളാണ്. ഈ 3 പേരുടെയും വീട്ടിലേക്ക് കൃത്യമായിട്ടുള്ള വഴി ഉണ്ടായിരുന്നില്ല. ചെളി നിറഞ്ഞ വഴിയിലൂടെയായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. ആ ദയനീയാവസ്ഥ മനസ്സിലാക്കി പഞ്ചായത്ത് മെമ്പറായി ആദ്യം ചെയ്തത് വികലാംഗരായിട്ടുള്ള വിഷമങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ റോഡ്, വീട്ടിലേക്കുള്ള റോഡ് റെഡിയാക്കി കൊടുക്കുക എന്നായിരുന്നു. അത് 100% പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇരുട്ടായിട്ട് കിടന്നിരുന്ന വളപ്പ് ബീച്ച്, ഒരുപാട് ദിനംപ്രതി സഞ്ചാരികൾ വരുന്ന ഒരു ബീച്ചാണ് വളപ്പ് ബീച്ച്. മനോഹരമായിട്ടുള്ള ബീച്ച്. പക്ഷേ ഒരു 6 മണി കഴിയുമ്പോൾ വളപ്പ് ബീച്ചിൽ നിന്ന് സന്ദർശകരൊക്കെ ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, കാരണം ഇരുട്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റോ വേണ്ട സൗകര്യങ്ങളോ ഒന്നും വളപ്പ് ബീച്ചിലുണ്ടായിരുന്നില്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കാണാനായിട്ട് സാധിച്ചു. പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് നമ്മൾ വളപ്പ് ബീച്ചിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അതുകൂടാതെ തന്നെ ഹൈബി ഈഡൻ്റെ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ ഹൈമാസ് ലൈറ്റിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതെ. അതോടൊപ്പം തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ 95% വാഗ്ദാനങ്ങളും ഈ 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. ഈ ബാക്കി 2 വർഷം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇന്നും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ 23 വാർഡുകളുള്ള ഒരു വലിയ പഞ്ചായത്താണ് ഇളങ്കുന്നപ്പുഴ പഞ്ചായത്ത്. ഇപ്പോൾ നിങ്ങളെപ്പോലെ ഒരു മെമ്പർ ഇത്രയും അധികം സാധിച്ചുവെങ്കിൽ മറ്റു പാർട്ടിയിലുള്ളവരും ഉണ്ടാവുമല്ലോ അവിടെ. അവരുടെ വാർഡുകളിലും ഇത്തരം വികസനങ്ങൾ നടന്നിട്ടുണ്ടോ? അത് ഞാനല്ല
അതിന് മറുപടി പറയേണ്ടത്. അല്ല, മറുപടിയായല്ല, ഞാനൊരു ഒരു ഒരു പരിശോധനയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. അങ്ങനെ നടന്നിട്ടുണ്ടോ, അതോ UDFന്റെ മെമ്പർമാർക്ക് മാത്രമേ ഫണ്ട് കിട്ടുന്നുള്ളൂ, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്? ഇല്ല, ഫണ്ട് എല്ലാ മെമ്പർമാർക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ വിനിയോഗിക്കണം, ഏത് രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് ഒരു മെമ്പറിന്റെ കഴിവിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ വാർഡിൽ അത് കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. മഴക്കാലത്ത് ധാരാളമായി ഇവിടെയുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ വെള്ളം കയറി വന്ന് താമസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറാറുണ്ട്. എന്തൊരു വിഷമകരമായ അവസ്ഥയാണ്. അതിന് ഒരു ഫലപ്രദമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഭൂമിശാസ്ത്രപരമായിട്ട് വേലിയിറക്ക സമയത്ത് നമ്മുടെ വാർഡിൽ വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട്. അത് എല്ലാ വീടുകളിലും അല്ല, ചില പ്രദേശങ്ങളിലെ വീടുകളിൽ. നമുക്കതിൽ ചെയ്യാൻ സാധിക്കുന്ന, പഞ്ചായത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇടത്തോടുകളെല്ലാം കൃത്യമായി ക്ലീൻ ചെയ്ത് ആഴം വർദ്ധിപ്പിച്ച് വേലിയിറക്കത്തിന് കൃത്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു. സുഗമമായി വെള്ളം. അതെ. നമ്മൾ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം ഇതുവരെ JCB പോലും ഇറക്കി കോരാത്ത ആറമ്പിത്തോടിൻ്റെ എൻ്റെ വാർഡിലൂടെ ഒഴുകുന്ന കൈത്തോടുകൾ 1.5 കിലോമീറ്ററോളം നമ്മൾ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ JCB ഉപയോഗിച്ച് കോരി വൃത്തിയാക്കി. ഇനി ഒരു വ്യക്തിപരമായ ചോദ്യമാണ്. നമ്മൾ ഫ്രണ്ട്ലി സംസാരിച്ചപ്പോൾ സാദുഷ് പറഞ്ഞത് ഇപ്പോഴും പഠിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. എന്താണ് വിദ്യാഭ്യാസം? ഞാൻ ഡിഗ്രി ആലുവ UC കോളേജിൽ കഴിഞ്ഞതാണ്. BA ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ വിഷയം. പിന്നെ ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഡിഗ്രിക്ക് ഞാൻ ചേർന്നത്. നിയമ വിദ്യാർത്ഥിയാണ്. വിദ്യാഭ്യാസം ഇപ്പോഴും തുടരുന്നു, ഒപ്പം ജനസേവനവും. ഇനി ഈ ഒരു ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ജീവിത പ്രാരാബ്ധങ്ങളൊന്നും വലുതായിട്ടുണ്ടാകില്ല അല്ലേ? കാര്യങ്ങളൊക്കെ, കാരണം ഒരിക്കലും പഞ്ചായത്തിന്റെ ഒരു ചെറിയ വരുമാനം അതിന് ഇരട്ടി അങ്ങോട്ട് ചിലവാക്കുക എന്നുള്ളതാണല്ലോ മെമ്പർമാരുടെ രീതി. നല്ല മനസ്സിന് നല്ല ആരോഗ്യമുണ്ടാകണം, ആരോഗ്യമുള്ള ചുറ്റുപാടുകളുണ്ടാകണം. ഇതൊക്കെ സത്യത്തിൽ എല്ലാ വാർഡുകളിലും ഒന്നും ഇല്ല. എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരേ ഒരു ഓപ്പൺ ജിമ്മാണ്. എങ്ങനെ സാധ്യമായത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ ധാരാളം ആളുകൾ മോർണിംഗ് വാക്കിന് വരുന്ന ഒരു ഏരിയ. അതെ, അതിന് പറ്റിയൊരു വൈബാണ്. അപ്പോൾ ആ മോർണിംഗ് വാക്കിന് വരുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും വോട്ടഭ്യർത്ഥിക്കുന്ന സമയത്ത് അവരാവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരു ഓപ്പൺ ജിം എന്നുള്ളത്. ഇത് ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ രാവിലെ എക്സസൈസ് ചെയ്യാനായിട്ടൊക്കെ വരുന്നത് കൊണ്ട് നമ്മളോട് ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് അവരാവശ്യപ്പെട്ടപ്പോൾ കൃത്യമായിട്ട് നമുക്കത് നടത്തി കൊടുക്കാനായിട്ട് സാധിച്ചു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എറണാകുളത്തിൻ്റെ MP ആയിട്ടുള്ള ശ്രീ ഹൈബി ഈഡനോടാണ്. അദ്ദേഹത്തിൻ്റെ ഫണ്ടാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് 26 ലക്ഷം രൂപ അനുവദിക്കുകയും അങ്ങനെ ഒരു എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന് ആദ്യമായിട്ടൊരു ഓപ്പൺ ജിംനേഷ്യം എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു. ഇന്ന് ധാരാളം ആളുകൾ എക്സസൈസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ഇടമായിട്ട് ഇത് മാറി. ഇതിപ്പോൾ ഒരു 1-ാം ഘട്ടമാണ്. ഇതിൻ്റെ 2-ാം ഘട്ടം ഉണ്ടാവും. 2-ാം ഘട്ടം ഈ പ്രദേശം മൊത്തം നമ്മൾ ടൈല് വിരിച്ച് വാക്വേ ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി രൂപീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രാഥമികമായ കാര്യങ്ങളാണ്. പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, വെളിച്ചം എത്തിയിട്ടില്ല. ഈ 23-ാം വാർഡിലെ അവസ്ഥ എങ്ങനെയാണ്? 23-ാം വാർഡിൽ നമുക്ക് 98% റോഡുകളും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന ആളുകളുടെ വീട്ടിലേക്കുള്ള റോഡ് വരെ നമ്മൾ ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് വെള്ളം, വെട്ടം, പിന്നെ വഴികൾ. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇരുട്ട് മൂടിക്കിടന്നിരുന്ന വളപ്പ് ബീച്ചിൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അവിടെ ഒരു ടൂറിസം മേഖലയ്ക്ക് തന്നെ അതൊരു പുത്തൻ ഉണർവായിട്ട് തീർന്നു. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വികസനത്തെക്കുറിച്ച് ടാക്സി ഓടിക്കുന്നു, പഠിക്കുന്നു, ഒപ്പം പൊതു ജീവിതം. എന്താണ് മനസ്സിലുള്ളൊരു സ്വപ്നം? രാഷ്ട്രീയത്തിൽ തന്നെ എത്രത്തോളം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു? അതായത് ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, വാർഡ് മെമ്പറാണ്. ഒരു വാർഡ് മെമ്പർ എല്ലാവരുടെയും ഹൃദയസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാൾ കൂടിയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പാർട്ടി ഒരു MLA ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ, അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക്? അത് പാർട്ടിയും ജനങ്ങളുമാണ് പറയുന്നത്. അങ്ങനെ ആഗ്രഹം സാദുഷിൻ്റെ മനസ്സിലുണ്ടോ?
അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതില്ല. നമുക്ക് അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സ്വാഭാവികമായിട്ടും ജനങ്ങൾ നൽകുന്ന ഒരു അംഗീകാരമല്ലേ, അതെ. ജനങ്ങളത് ആവശ്യപ്പെട്ട. ഈ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഈ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും ഈ ഇപ്പോഴുള്ള സിന്തറ്റിക് ഡ്രഗുകളൊക്കെ. അതിനെതിരെ എന്തെങ്കിലും ക്യാമ്പയിൻസോ? അത് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലല്ല, അത് തിരുത്തുകയാണ്. പൊതുവെ തീരദേശ മേഖലകളിൽ അത് ഒരു പരിധിവരെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അതിന് എതിരെയുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകളൊക്കെ നമ്മുടെ വാർഡിലും നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എക്സൈസ് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ തീരദേശ മേഖലകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തി. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഒരു തീരദേശ മേഖലയിലായതുകൊണ്ട് തന്നെ വളരെ സഹകരിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ ഒപ്പം നിന്നുകൊണ്ടാണ് മുന്നോട്ട്. ഇനിയുള്ള 2 വർഷം ഈ ഒരു സ്വന്തം വാർഡിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് പദ്ധതി? ഇനിയുള്ള 2 വർഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഏതാനും ചില വിരളിലെണ്ണാവുന്ന റോഡുകളും കൂടി ചെയ്തു തീർക്കാനുണ്ട്. അത് നമുക്ക് ചെയ്തു തീർക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൽ അംഗനവാടികളുണ്ട്. പക്ഷേ ആ അംഗനവാടികളെല്ലാം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇല്ല, ഒന്നും സ്വന്തമായില്ല. അപ്പോൾ സ്വന്തമായൊരു അംഗനവാടി എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കണം മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ ശ്രമത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ വളപ്പ് ബീച്ച്. അപ്പോൾ ആ വളപ്പ് ബീച്ചുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ടൂറിസം പദ്ധതികൾ ഗവൺമെൻറ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടപ്പിൽ വരുത്തുവാൻ വേണ്ട കാര്യങ്ങളും ശ്രമങ്ങളും ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. എന്തായാലും വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഒപ്പം ഇത് ഒരു മാതൃക കൂടിയാണ് ഒരു യുവജനങ്ങൾക്കുള്ള. നന്നായി പഠിക്കുന്നു, വിദ്യാഭ്യാസം തുടരുന്നു, ഒപ്പം ടാക്സി ഡ്രൈവറായി ജോലിയെടുത്ത് അധ്വാനിച്ച് കുടുംബത്തെ പോറ്റുന്നു. മുഴുവൻ സമയവും സാമൂഹിക പ്രവർത്തനങ്ങൾ, യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ. ഇങ്ങനെയുള്ളവരായിരിക്കണം കൃത്യമായും രാഷ്ട്രീയത്തിൽ വരേണ്ടതും നമ്മുടെ കേരളത്തെ നയിക്കേണ്ടതും. ഒരു വാർഡ് മെമ്പർ എന്നല്ല, അദ്ദേഹം ഒരു ജനകീയനായ വലിയ നേതാവാണ്. ജനപഞ്ചായത്തിൽ ഇത്രയധികം സമയം സഹകരിച്ചതിന് നന്ദി. എല്ലാവിധമായ ആശംസകളും. ഓക്കെ, താങ്ക് യു. കേരളത്തിൻ്റെ മനോഹരമായ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടവഴികളിലൂടെ, ജനഹൃദയങ്ങളിലൂടെ, നേതാക്കന്മാരുടെ വികസന ലക്ഷ്യങ്ങളിലൂടെ ചാനൽ 91 ന്യൂസ് യാത്ര തുടരുകയാണ്. ഒപ്പമുണ്ടാകണം. ക്യാമറമാൻ ബിനു ജോർജിനൊപ്പം ബിജു കിഴക്കനേല, ചാനൽ 91.